സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഇളമ്പക്ക തോരൻ ഉണ്ടാക്കാം. അതിന് ആദ്യം ഇളമ്പക്ക കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുക്കാം. ഇത് വളരെ ചെറിയ ഇളമ്പക്കയാണ്. ഇതിൽ കാണുന്ന ഈ തോടുകളെല്ലാം എടുത്തു മാറ്റണം. അതിനുശേഷം വെള്ളമൊഴിക്കാതെയാണ് പുഴുങ്ങിയെടുക്കേണ്ടത്. അടിയിലൊന്നും പിടിക്കില്ല, വെള്ളം ഇതിൽ നിന്ന് തന്നെ വരും. മൂടി വെക്കുമ്പോൾ തിളച്ചു മറിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി പുഴുങ്ങിയെടുക്കണം. ഇനി ഒന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കാം. എല്ലാം പിളർന്നു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇതിലും കുറച്ച് വലുതാണെങ്കിൽ ഇറച്ചി എടുക്കാൻ എളുപ്പമായിരിക്കും. എല്ലാം പിളർന്നു വന്നിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ച് തണുക്കുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഇറച്ചി എടുത്തു മാറ്റാം. ഇളമ്പക്ക ഇറച്ചി കൊണ്ടും നമുക്ക് പല വിധത്തിലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാം. കല്ലുമക്കായ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇളമ്പക്കയും ഇഷ്ടപ്പെടും. നല്ലതുപോലെ പിളർന്നു വരണം, അതുവരെ വേവിച്ചെടുക്കണം. ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കണം. ഇത് ക്ഷമയോടുകൂടി ചെയ്യേണ്ട ഒരു പണിയാണ്. ഇത് തണുത്ത ശേഷം ഇതിൽ നിന്ന് ഇറച്ചി എടുത്ത് മാറ്റാം. ഇത് ഇറച്ചി എടുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ പിന്നിലുള്ള കറുത്ത ഭാഗം ഞെക്കിക്കളയാം. അത് ഇളമ്പക്കയുടെ അഴുക്കാണ്. ഈ അഴുക്ക് പിന്നിൽ പിടിച്ച് അമർത്തുമ്പോൾ ഇതിൻ്റെ അഴുക്ക് പുറത്തു പോകും. അവസാനം കളയാം എന്ന് കരുതിയാൽ അത് കളയാനും പറ്റില്ല.
ഈ അഴുക്ക് കളയാൻ ആരും മെനക്കെടാറില്ല. ഇനി നമുക്ക് വറവുണ്ടാക്കാം. അതിനെന്തെല്ലാമാണ് വേണ്ടത് എന്ന് നോക്കാം. 3 കപ്പ് ഇളമ്പക്ക ഇറച്ചി കഴുകി വൃത്തിയാക്കി എടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അരമുറി തേങ്ങ, 2 സവാള മുറിച്ചത്. ഇനി ഇവയെല്ലാം നമുക്ക് ചേർത്തെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇടണം. ഇത് കൈകൊണ്ട് ചേർക്കുന്നതാണ് നല്ലത്, തിരുമ്പി ചേർക്കണം. ഇനി ഇത് 10 മിനിറ്റ് നേരം മാറ്റി വെക്കാം. പാൻ വെച്ച് പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 2-3 ചെറിയ ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കും. ഇത് നല്ലതുപോലെ മൂത്ത് വരുമ്പോൾ നേരത്തെ ചേർത്ത് വെച്ച ഇളമ്പക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ചേർത്ത് വെച്ച ഇളമ്പക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് ആയി വരുമ്പോൾ കടുക് പൊട്ടുന്നത് പോലെ പൊട്ടിത്തുടങ്ങും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല സ്വാദാണ്. നിങ്ങളും ഇതൊന്ന് മറക്കാതെ ഉണ്ടാക്കി നോക്കണം.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.